എന്ത്? അവർ രണ്ടാൾക്കുമിടയിൽ വൈരാഗ്യമാണെന്നോ? അതെ, നമ്മുടെ ശത്രു ശിവാനിക്കും മറ്റേതോ പെണ്ണാഗത്തിനും ഏതോ ഒരു കാര്യത്തിൽ വൈരാഗ്യമുണ്ട്. നാഗമാണിക്യത്തിന്റെ കാര്യത്തിലാണോ? നാഗമാണിക്യത്തെ പറ്റി അവരൊന്നും പറഞ്ഞില്ല. മറ്റേതോ വ്യക്തിപരമായ കാര്യമാണെന്ന് തോന്നുന്നു. വേറെ എന്താണ്? അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. അവരുടെ ആ ശത്രുത കൊണ്ട് നമുക്ക് നല്ലത് സംഭവിക്കില്ലേ? അതുമാത്രം മതി. നമുക്കെങ്ങനെ അത് നല്ലതാവും? നമ്മുടെ ലക്ഷ്യം ശിവാനിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതേ ലക്ഷ്യത്തോടെ മറ്റൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം ചേരുന്നത് കൊണ്ട് എന്താ? അച്ഛാ, നമ്മുടെ ശക്തി ഒന്നുകൂടെ വർദ്ധിക്കും. അതെ അജിത്തെ, ശത്രുവിന്റെ ശത്രു മിത്രമാണല്ലോ. നമ്മൾ ആ നാഗത്തിന്റെ സഹായം തേടിയാൽ നമ്മുടെ ജോലി എളുപ്പമാകും. അത് അസാധ്യമാണ്. നമ്മൾ മറ്റൊരാളുടെ സഹായം തേടാനോ? അച്ഛ, നമ്മുടെ ശക്തി ഇരട്ടിയാകുമെങ്കിൽ ഇതിൽ എന്താണ് തെറ്റുള്ളത്? ശത്രുവിന്റെ സഹായം തേടുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മരണം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഗരുഡ ലോകത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യം ആരും തന്നെ ചിന്തിക്കാൻ പാടുള്ളതല്ല. നമ്മൾ അവരുടെ വീടുമായി ബന്ധം പുലർത്താൻ ശ്രമിച്ചു, പക്ഷെ ഇതുവരെ ഒന്നും ശരിയായില്ലല്ലോ. കാത്തിരിക്കജിത്തെ, നാഗലോകത്തുള്ളവർക്കിടയിൽ കലഹമുണ്ടാകുന്നത് നമുക്ക് നല്ലതൊക്കെ തന്നെയാണ്. ഇനി ആ പെണ്ണാഗങ്ങളുടെ പോരാട്ടം നമുക്ക് ദൂരെ മാറി നിന്ന് നോക്കിക്കാണാം. യുദ്ധമാകുമ്പോൾ ഒരാൾക്ക് തോൽവി എന്നത് ഉറപ്പാണ്. ശിവാനിയാണ് തോൽക്കുന്നതെങ്കിൽ അത് നമുക്ക് നല്ലതാണ്. അച്ഛാ, ഒരു പക്ഷേ ശിവാനി ജയിച്ചാൽ? യുദ്ധത്തിൽ മുറിവേറ്റി കിടക്കുന്നവരെ കൊല്ലുന്നത് എളുപ്പമുള്ള കാര്യമല്ലേ? ശിവാനിയുടെ ശക്തി എന്താണെന്നുള്ളത് നമുക്ക് ഈ യുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനായി നമ്മൾ ആദ്യം തയ്യാറാവണം. ഒരു പക്ഷെ ശിവാനിയാണ് ജയിക്കുന്നതെങ്കിൽ നമുക്കവളെ കൊല്ലണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ വന്നോ നീ? ഇന്നലെ സംഭവിച്ചത് നോക്കുമ്പോ നീ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ലെന്നാ ഞാൻ കരുതിയത്. എന്നാലും നീ ജയിച്ചെന്ന് കരുതി നിഗളിക്കണ്ട ശിവാനി. ഇന്നലെ രാത്രി നടന്നത് യുദ്ധമൊന്നുമല്ല. യുദ്ധത്തിന് ഇനി ഒരുപാട് സമയമുണ്ട്. യുദ്ധത്തിന് ഇനിയും സമയമുണ്ടെന്ന് കരുതി രാജാവ് യുദ്ധഭൂമിയിലുള്ള സൈനികരെ എണ്ണിക്കൊണ്ടിരുന്നത്രേ. മായേ, നീയും അങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന അവസാനം രക്തപ്പൊഴ ഒഴുകുന്നത് കാണേണ്ടി വരും. നീ പറഞ്ഞത് സത്യമാണ് ശിവാനി. രക്തപ്പുഴ ഒഴുക്കാൻ പോകുന്നത് നീയല്ല, ഞാനാണ്. യുദ്ധത്തിന് വരുന്ന ഓരോരുത്തരും താൻ ജയിക്കണമെന്ന് തന്നെയാ കരുതുന്നത്. പക്ഷെ ജയ എപ്പോഴും സ്വന്തമാകുന്നത് അധർമ്മങ്ങൾക്കല്ല, ധർമ്മങ്ങൾക്കാണ്. വിജയ, നീ എന്ത് പറഞ്ഞാലും അത് കറക്റ്റ് ആയിരിക്കും മോനെ. എന്താ എല്ലാരും എന്തോ ചർച്ചയിലാണല്ലോ? എന്താ വിശേഷം? ദിവസവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞങ്ങള്. ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ബന്ധങ്ങളൊക്കെ ദൃഢമായിട്ട് തന്നെ ഇരിക്കും. എന്ന് വെച്ചാ? അതായത് നോക്കുമോളെ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ആർക്കായാലും അത് വാക്കുകളുടെ രൂപത്തിൽ പുറത്തേക്ക് വരും. അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തും. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കുകയും ചെയ്യും. നല്ല ചിന്താഗതിയായത്. നിങ്ങളുടെ കുടുംബം കാണുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. തൃശൂൽ, നിന്റെ അമ്മായിയച്ഛനും കൂടി ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി നന്നാവില്ലേ ഈ കുടുംബം? എന്ത്? എന്റെ അമ്മായിയച്ഛനോ? അതെ, ശിവാനിയുടെ അച്ഛൻ. ആ ശിവാനി, മായ എന്തോ നിന്റെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ ശിവാനി, കല്യാണത്തിനോ വന്നിട്ടില്ല. ഇപ്പോഴെങ്കിലും മകളെ കാണാൻ വരില്ലേന്ന് ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ.
എന്താ ശിവാനി, അവരിങ്ങോട്ട് വരികയല്ലേ? വന്നോളൂ. മകളുടെ കല്യാണത്തിനും വന്നില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും വരേണ്ടതല്ലേ? ആ വരും വരും. നീ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ ശിവാനി. ആ ഞാൻ പറയാം. ഇപ്പൊ തന്നെ ഫോൺ ചെയ്യ് ശിവാനി. അത് ഫോൺ എന്റെ കയ്യിലില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. ഫോൺ ഇല്ലാത്തതാണോ അതോ അച്ഛൻ എന്നൊരാളെ ഇല്ലാത്തതാണോ? നിർത്തുന്നുണ്ടോ നീ? ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ? ശിവാനി, ഇതൊന്നും കേട്ട് നീ വിഷമിക്കണ്ട മോളെ. അയ്യോ, വിഷമിക്കാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത്? ഇതിന് ഉത്തരം പറഞ്ഞൂടെ ശിവാനി? നീ ഉത്തരം പറയേ. ആ ശിവാനി നിന്നോടാ ചോദിച്ചത്. നിന്റെ ഫാമിലിയിൽ ശരിക്കും ആൾക്കാരുണ്ടോ അതോ മായ, എന്തൊക്കെയാ വിളിച്ചു പറയുന്നെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അങ്കിൾ, അതിനു മാത്രം ഞാൻ എന്തു പറഞ്ഞു? നിങ്ങൾ ആരും ഒന്നും ചോദിക്കുന്നില്ല, അപ്പൊ ഞാനെങ്കിലും ചോദിക്കണ്ടേന്ന് കരുതി ചോദിച്ചതാ. അതിനുള്ള അധികാരം നിനക്കില്ല. അവൾ എന്റെ മോന്റെ ഭാര്യയാണ്. ചോദ്യം ചോദിക്കണോ വേണ്ടയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ അങ്കിൾ, അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. ചോദ്യങ്ങൾ ചോദിക്കണമായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടും അവളുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം എന്തായാലും വരില്ലെങ്കിൽ നിന്റെ വാക്കുകൾ പരിധി കടക്കുന്നു. എന്റെ വീട്ടുകാര്യത്തിനിടയിൽ മൂന്നാമതൊരാൾ കയറി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. മുതലാളി. നന്ദീഷ, ത്രിവിക്രം, ഡാഡ്, ഇവള് നിന്റെ സുഹൃത്താണോ? നിന്നോടാ ചോദിച്ചത്. ഡാഡ്, അത് ഇവളോട് മയത്തിൽ സംസാരിക്കുന്നോ ദേഷ്യത്തിൽ സംസാരിക്കുന്നോ, 2 കൊടുത്ത് സംസാരിക്കുന്നോ എന്ന് എനിക്കറിയണ്ട. എന്റെ കുടുംബകാര്യങ്ങളിൽ ഇനി നീ തലയിട്ടാലുണ്ടല്ലോ, ഓർത്തോ നീ. സാരില്ല, വിട്ടേക്ക് അങ്കിൾ. പാവം, എന്തോ അറിയാതെ പറഞ്ഞു പോയതാന്നാ തോന്നുന്നു. പിന്നെ മായേ, എന്റെ വീട്ടുകാരെ ഞാൻ വിളിച്ചോളാം. അതിന്റെ കൂടെ നിന്റെ വീട്ടുകാരെ നീ വിളിക്ക്. ഞങ്ങളാരും ഇതുവരെ അവരെ കണ്ടിട്ടില്ലല്ലോ. അതെയല്ലോ. നിന്റെ അച്ഛനും അമ്മയും എവിടെയാ ഉള്ളത്? ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ലല്ലോ. അവര് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. നിന്നെ കാണാൻ വേണ്ടിട്ട് അവര് വരാറേ ഇല്ലേ? വരാറുണ്ട്, പക്ഷെ നിങ്ങളാരും കണ്ടിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചോണ്ട് വാ. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാമല്ലോ. മോള് വിളിക്ക്, വരട്ടെ. അത് പിന്നെ നിന്റെ ഫോണിങ് ഇതാ, ഞാൻ വിളിച്ചോളാം. എന്താ മായേ, എന്താ ചുമ്മാതെ നിൽക്കുന്നേ? ഫോൺ വിളിച്ചു കൊടുക്ക, അങ്കിൾ സംസാരിക്കും. എന്തേ, ഞങ്ങളാരും അവരോട് സംസാരിക്കാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല ശിവാനി. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവർക്ക് ഫോൺ ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. റിലാക്സ്. ഭർത്താവ് പുറത്തു പോകുമ്പോ ഭാര്യ മുന്നിൽ വന്ന് നിൽക്കുന്നത് ശുഭലക്ഷണം തന്നെയാ. അതുകൊണ്ടാണോ നീ മുന്നിൽ വന്നതെന്ന്? എനിക്കറിയാം ശിവാനി, എന്റെ ഭാര്യയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവുമല്ലോ. ശരി, എന്തായാലും വന്നല്ലോ. ഭർത്താവിന് കൊടുക്കാൻ മനസ്സിൽ വിചാരിച്ചു വെച്ചില്ലേ, അതങ്ങ് തന്നേക്ക്. ഞാൻ പോയിട്ട് വരാം. അതെ, എനിക്ക് പോവാനുള്ളതാ. സമയം കളയാതെ വേഗം താന്നേ. തൃശൂൽ, നിന്റെ ഈ വേണ്ടാതിനെ പറച്ചില നിർത്തോ? എങ്ങോട്ട് പോവാ നീ? എന്താ ഇത് ശിവാനി? ഭർത്താവ് പുറത്തു പോകുമ്പോ എവിടേക്കാ എന്ന് ചോദിച്ചാൽ പോകുന്ന കാര്യം നടക്കില്ല എന്നുള്ളത് നിനക്കറിയില്ലേ?
ഓ, അറിയാതെ ചോദിച്ചതാണല്ലേ? അറിഞ്ഞോണ്ട് തന്നെയാ ചോദിച്ചത്. ഇന്നു മുതല് നീ പുറത്തെങ്ങോട്ടും പോവാൻ പാടില്ല. അതെന്താ? കാരണമൊന്നും ചോദിക്കണ്ട, പോകാൻ പാടില്ല, അത്ര തന്നെ. ശിവാനി, കൺസ്ട്രക്ഷൻ ബിസിനസിന്റെ ചുമതലയുണ്ട് എനിക്ക്. കറക്റ്റ് ആയി ടൈം ടു ടൈം സൈറ്റ് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. അതുകൊണ്ട് പോയേ പറ്റൂ. ഞാൻ പോട്ടെ. ശിവാനി, കുറച്ച് വീക്കാ ഞാൻ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ. തൃശൂൽ, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ? നിന്നോട് സ്നേഹം ഇല്ലെന്നോ? തൃശൂൽ, എന്താ നീ കാണിച്ചേ? ഞാനെന്ത് കാണിച്ചു? എന്റെ കൈ പിടിച്ച് കളിച്ച എന്തിനാ? നീ എന്തിനാ എന്നെ തള്ളിയത്? എനിക്ക് ദേഷ്യം വന്നിട്ടാ. എനിക്ക് പ്രേമം വന്നു. എന്തിനാ എനിക്കത് തന്നത്? എന്ത് തന്നു? അത് തന്നെ. അതെന്ത് പറഞ്ഞ എന്താന്ന് പറ. നോക്ക്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. എന്റെ പ്രേമത്തെ നശിപ്പിക്കാൻ വേണ്ട. എന്ത് ചെയ്യും നീ? നീ എന്ത് ചെയ്യും? കണ്ണൂത്തി പൊട്ടിക്കും ഞാൻ. എന്നാ ഞാൻ ഉമ്മ വയ്ക്കും. നോക്ക്, ഇത്രയും നേരം സമാധാനായിട്ടാ പറഞ്ഞത്. ഇനി ഞാൻ ആജ്ഞാപിക്കാൻ പോവാ. ഇനി നീ വീട് വിട്ട് പുറത്തേക്ക് എങ്ങോട്ടും പോകാൻ പാടില്ല. ഓക്കെ, ഞാൻ എവിടേക്കും പോകുന്നില്ല. കുറച്ചു മുമ്പ് ഞാൻ അങ്ങോട്ട് തന്നത് എനിക്ക് തിരിച്ചു വന്നേക്ക്. എവിടേക്കും പോകുന്നില്ല. എന്ത്? അതന്നെ ശിവാനി, നീ അത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? അതങ്ങ് തിരിച്ചു വന്നേക്കുന്നേ. തൃശൂൽ, നിന്നെ ഞാൻ... അയ്യോ, ഏയ് ശിവാനി, ശിവാനി, അയ്യോ, ഭർത്താവിനോട് എത്ര സ്നേഹമാണ് ഭാര്യയ്ക്ക്. ഇത്ര സ്നേഹം കാണിക്കുന്ന ഭാര്യയുള്ളപ്പോ ഭർത്താവ് വീട്ടിൽ നിന്നും എങ്ങനെ പുറത്തു പോകുന്ന? അതിന് ചാൻസേ ഇല്ല. ഇന്ന് തൃശ്ശൂരിന് എന്തൊക്കെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ എല്ലാം ക്യാൻസൽ. 23 വർഷമായി തിരിഞ്ഞുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു അച്ഛ? കയ്യും കെട്ടി നോക്കിയിരിക്കാനാണോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്? നമുക്കുണ്ടായിരുന്ന കോപത്തിന് ആദിശേഷനെയും ശിവാനിയെയും നമ്മൾ വന്ന ഉടനെ കൊല്ലണമായിരുന്നു. എന്നാൽ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി എത്ര ദിവസമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കും ചേട്ടാ? മുന്നോട്ടിനി നമ്മൾ എന്തു ചെയ്യും? ഈ അനാവശ്യ ചിന്തകളെല്ലാം ഒഴിവാക്കി ആ വീട്ടുകാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള വഴി നോക്ക്. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഉത്തരവും കിട്ടാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണച്ചാ? വീണ്ടും വീണ്ടും നമ്മൾ തന്നെ അങ്ങോട്ട് പോയാൽ നമ്മളെ അവർക്ക് സംശയം തോന്നില്ലേ? നമ്മൾ മറ്റൊരു വേഷത്തിൽ അങ്ങോട്ട് പോയി ഈ ബന്ധം ഉറപ്പിക്കുന്ന രീതിയിൽ പെരുമാറണം. അതെങ്ങനെയാണച്ചാ? നമ്മളോട് ബന്ധം കൂടിയാൽ എല്ലാ കാര്യങ്ങളും ശുഭമാകുമെന്ന് അവരെ വിശ്വസിപ്പിക്കണം. അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈ മനുഷ്യരങ്ങനെയാണ്. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാവി ഫലം കൂടി അവർ ആലോചിക്കും. അത് നല്ലതിനും കൂടിയാണെന്ന് അറിയുമ്പോൾ എന്തിനു വേണമെങ്കിലും സമ്മതിക്കും. അപ്പോ അങ്ങനെയാവാൻ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ചന്ദ്രഹാസ. ആ ചേട്ടാ പറയൂ. അങ്ങനെ ആവട്ടെ ചേട്ടാ. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കിയിട്ട് വരാം. ആദിശേഷ, ശിവാനി, നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് ഞാൻ നിങ്ങളെ കൊന്നിരിക്കും. കാത്തിരുന്നു. ശിവാനി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എന്നെ ഈ വീട്ടിൽ കയറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണോ? ഞാൻ നിന്നെ വെറുതെ വിടില്ല. വിടരുത്, ഒരു കാരണവശാലും വിടരുത്.
നടന്ന സംഭവം വെച്ച് നോക്കുമ്പോ നീ ഈ നാട് വിട്ടിട്ടുണ്ടാവുന്ന വിചാരിച്ചെ. നീ ഇതുവരെ ഗേറ്റ് കടന്നിട്ടില്ല. എന്നോട് ഈ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതിയോ? ഒരു ചുവട് പിന്നോട്ട് വെച്ചെന്ന് കരുതി സങ്കടം കൊണ്ട് പിന്മാറിയെന്നല്ല അതിനർത്ഥം. മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇത്. എന്നുവെച്ചാ എനിക്കൊരു ചെറിയ അവസരം കിട്ടിയാൽ മാത്രം മതി ശിവാനി. അന്നാണ് ആദിശേഷന്റെ അവസാന ദിവസം. എന്റെ ആദിശേഷന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ എന്തിനാ ചിരിക്കുന്നെ? നിനക്ക് ആദിശേഷൻ ആരാണെന്ന് പോലും അറിയില്ല. പിന്നല്ലേ നീ അവനെ രക്ഷിക്കാൻ പോകുന്നത്? ആ 2 പെണ്ണിച്ഛാധാരി നാഗങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഈ വേഷത്തിൽ പോയാൽ പിടിക്കപ്പെടും. മറ്റേതെങ്കിലും ഒരു വേഷം സ്വീകരിച്ച് ആ വീട്ടിലേക്ക് പ്രവേശിച്ചേ പറ്റൂ. ഏതാണൊരു വേഷം, ഏതാണൊരു വേഷം, ഏതാണൊരു വേഷം? പരുന്ത്. പുതിയ ബന്ധം വളർത്താനായി പുതിയ രൂപം.